മയക്കുമരുന്ന് അഥവാ ഡ്രഗ്സ് പല ടൈപ്പ് ഉണ്ട്. അപ്പൊ ഇതിൽ ഓരോ സബ്സ്റ്റൻസിനും ഓരോ രീതിയിലുള്ള സിംറ്റംസ് ആണ്. എങ്കിലും ഡ്രഗ് യൂസിന് ചില കോമൺ ആയ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്ലഡ് ഷോട്ട് ഐസ്, ഇങ്ങനെ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ. അതുപോലെ ഡെന്റൽ ഹൈജീൻ ഭയങ്കര പ്രശ്നമായിരിക്കും. ഈ മോണയിൽ ഇൻഫെക്ഷൻസ് വരിക, സലൈവ കുറഞ്ഞ് മൗത്ത് ഡ്രൈ ആവുക, പല്ലിൽ സ്റ്റെയിൻസ് വരിക, സംസാരിക്കുമ്പോൾ സ്ലറിങ് ഓഫ് സ്പീച്ച് ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു വ്യക്തത കുറവ്. അതുപോലെ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ഒരു പോസ്ചറിൽ ഒരു ഇംബാലൻസ്, ഇതൊക്കെ വരാം. ഇനി സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ ഭയങ്കര ധൈര്യക്കൂടുതലായിരിക്കും, പക്ഷെ നോട്ട് ഇൻ എ ഗുഡ് വേ. വളരെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റാഷ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക, അങ്ങനെ ഒരു പേടിയില്ലാതെ ചെയ്ത് കളയും. അതുപോലെ തന്നെ ഭയങ്കര മൂഡ് ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും. ഒരു ഇമോഷണൽ ഒരു കൺട്രോൾ ഉണ്ടാവില്ല. ദേഷ്യം, വിഷമം, സങ്കടം, അങ്ങനെ ഇമോഷൻസ് മാറി മാറി. പിന്നെ മൊത്തത്തിൽ അറ്റൻഷനും ഫോക്കസും കോൺസെൻട്രേഷനും ഒക്കെ തന്നെയും കുറവായിരിക്കും. എന്നാലും ഈ സിംറ്റംസ് ഒക്കെ ഉള്ള ഒരാള് ഡ്രഗ് യൂസർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് കൺഫേം ചെയ്യാനായിട്ട് നമുക്കൊരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. 12 പാനൽ ഡ്രഗ് ടെസ്റ്റ് എന്ന് പറയും. ഇപ്പൊ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 12 ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ് ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് സ്ക്രീനിങ് എന്ന നിലയിൽ മാത്രമല്ല, ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീനിങ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് ഹാപ്പിനെസ് കെയറിൽ ഈ 12 പാനൽ ഡ്രഗ് ടെസ്റ്റ് അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.